ശ്രീ രഘുനാഥ് നായർ, താങ്കൾ എങ്ങനെയാണ് ഇന്ന് സൈന്യത്തിന്റെ വാർത്താ സമ്മേളനത്തെ കാണുന്നത്? കറാച്ചിയിലും വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടായി എന്ന് കറാച്ചിയുടെ കാര്യം ഇന്നലെയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് ദൃശ്യങ്ങൾ സഹിതമാണല്ലോ ഇന്ത്യൻ സൈന്യം ഓരോ കാര്യങ്ങളും വിശദീകരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് തെറ്റായ രീതിയിലുള്ള ക്ലെയിമുകൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യൻ സേന കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ രാജ്യം നടത്തിയ മുന്നേറ്റം സൂചിപ്പിക്കുന്നത്? ഇതിൽ ആശയക്കുഴപ്പത്തിനിടയുണ്ടോ? ഇതിൽ യാതൊരുവിധ ആശയക്കുഴപ്പത്തിന് ഇടയില്ല മഞ്ജുഷ. ഇത് വളരെ ക്ലിയർ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നേരത്തെ ഇതിനു മുമ്പ് നമ്മൾ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിലൊക്കെ നമ്മുടെ അകത്തുനിന്ന് തന്നെ തെളിവ് ചോദിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായതാണ്. അപ്പം ഇവിടെ നമ്മുടെ അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ഇപ്രാവശ്യം ISRO പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ 10 സാറ്റലൈറ്റ്സ് വെച്ചിട്ടാണ് ഈ കംപ്ലീറ്റ് യുദ്ധമുഖത്തെ ഒബ്സർവ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുന്നതും ഗൈഡൻസ് കൊടുക്കുന്നതും. ഇപ്പൊ GPS പോലെ നമ്മൾ ആശ്രയിക്കുന്നില്ല. നമ്മൾ 100% ആക്യുറസിയോടുകൂടി കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാവിക് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഇനി പറഞ്ഞ ആ പിൻ പോയിന്റ് ആക്യുറസി എന്ന് പറയുന്നതും അതുപോലെ തന്നെ PL-15 മിസൈല് ഇവിടെ വന്നിട്ട് അത് പൊട്ടാതെ നമ്മൾ അതിനെ റിക്കവർ ചെയ്തു എന്ന് പറയുന്നതും എല്ലാം ഇന്ത്യൻ ആയുധങ്ങളുടെ ഇന്നത്തെ നിലയിൽ ഇന്ത്യയുടെ ആയുധങ്ങളുടെ ഏറ്റവും വലിയൊരു ശേഷിയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വാർത്താ സമ്മേളനത്തിൽ അവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, നമ്മുടെ ആക്രമണങ്ങളെല്ലാം പിൻ പോയിന്റ് ആയിരുന്നു, സിവിലിയൻ കാഷ്വാലിറ്റി ഇല്ലാതെ, വലിയ കൊളാറ്ററൽ ഡാമേജ് ഇല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റുകൾ, അതായത് നമ്മുടെ ആയുധങ്ങളുടെ CEP എന്ന് പറയും, സർക്കുലർ എറർ പ്രോബബിലിറ്റി എന്ന് പറയും. അതായത് ഈ ആയുധങ്ങളുടെ കൃത്യത എത്രത്തോളമാണ് എന്നുള്ളതിന്റെ ഒരു മെഷറാണത്. 5 മീറ്റർ മുതൽ CEP ഉള്ള ആയുധങ്ങൾ, 5 മീറ്ററിന്റെ CEP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു ആക്യുറസിയാണ് അങ്ങേയറ്റം. കാരണം 300 മുതൽ 500 കിലോമീറ്റർ വരെ ട്രാവൽ ചെയ്ത് പോകുന്ന ഒരു മിസൈല് ചെന്ന് പതിക്കുമ്പോൾ വെറും 5 മീറ്ററിന്റെ ഡിഫറൻസ് അവിടെ വരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഹയസ്റ്റ് റേറ്റ് ഓഫ് ആക്യുറസിയാണ്. നമ്മുടെ 3 മീറ്ററിന്റെ ആക്യുറസി ഉള്ള ആയുധങ്ങൾ വരെയുണ്ട്. അപ്പൊ ഇത്രയും കൃത്യതയോടുകൂടി പ്രിസിഷൻ സ്ട്രൈക്ക് ചെയ്യണം. നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റുകളെ മുഴുവൻ 11 ആക്രമണങ്ങളാണ് ഇന്നലെ അവര് നടത്തിയത്. അതുപോലെ 90 ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് വെറും 90 മിനിറ്റ് കൊണ്ട് 11 ശക്തമായ ആക്രമണങ്ങൾ നടത്തി പാകിസ്ഥാന്റെ നടുവൊടിച്ചു എന്ന് പറയുന്നത് എല്ലാം കൃത്യമായ തെളിവുകളോടുകൂടി തന്നെയാണ് ഇവരത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിന് പുറമെയാണ് ഇത്തരത്തിൽ സൈനിക കേന്ദ്രങ്ങളും വ്യോമത്താവളങ്ങളും തകർക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുള്ളത്, അല്ലേ? അതെ അതെ അതെ. സൈനിക കേന്ദ്രങ്ങളുടെ ആക്രമണം എന്ന് പറഞ്ഞാൽ ടെററിസ്റ്റ് ലോഞ്ച് പാഡിന്റെ തീവ്രവാദി കേന്ദ്രങ്ങളുടെ ട്രെയിനിങ് സെന്റേഴ്സിന്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ 9 കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഉപയോഗിച്ചത് സ്കാൾപ്പ് മിസൈലുകളും അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, അതുപോലെ ഹാമർ ബോംബ് കിറ്റുകളും ഉള്ള ബോംബുകളും ഒക്കെയാണ് ഉപയോഗിച്ചത്. ഇതെല്ലാം പ്രിസിഷൻ ഗൈഡഡ് സിസ്റ്റംസ് ആണ്. ഇത് വളരെ കൃത്യതയോടുകൂടി നമ്മൾ കണ്ടു, ഒരു ബിൽഡിങ്ങിന്റെ റൂഫിനെ തുളച്ചിട്ട് അകത്തേക്ക് പോയിട്ട് അകത്ത് ചെന്നിട്ടാണ് ഈ എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നത്. അപ്പോഴും ഇതിന്റെ സ്ട്രക്ചറിന് വലിയ നാശനഷ്ടം ഉണ്ടാകാതെ ദൃശ്യങ്ങളിൽ പലതിലും കാണാമായിരുന്നു അവിടെ റൺവേയിലൊക്കെ വലിയ കുഴികൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്, അല്ലേ? അതെ, അത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രഹ്മോസ് പോലും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ബ്രഹ്മോസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിലെ 2 സൂപ്പർസോണിക് ക്രൂസ് മിസൈലേ ലോകത്തിലുള്ളൂ. അതുപോലെ ഒന്ന് റഷ്യയുടെയിലും ഒന്ന് ഇപ്പൊ നമ്മുടെ ബ്രഹ്മോസുമാണ്. അപ്പൊ ഈ ബ്രഹ്മോസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഉപയോഗിക്കുന്ന വാർഹെഡ്, ഇതിലെ എക്സ്പ്ലോസീവിന്റെ ക്വാണ്ടിറ്റി തീർച്ചയായിട്ടും വലിയൊരു ഘടകമാണ്. പക്ഷെ ഇത് ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് 2-3 അഡ്വാൻറ്റേജ് ആണ്. ഒന്ന്, ശത്രുക്കളുടെ മിസൈലുകൾക്ക് ഇതിനെ തടുക്കാൻ പറ്റില്ല. രണ്ടാമത്, ഇത് വളരെ കുറഞ്ഞ ഓൾട്ടിറ്റ്യൂഡിലാണ് പോകുന്നത്. അതുകൊണ്ടും ഇതിനെ തടുക്കാനായിട്ട് സാധ്യമല്ല. ഇന്ന് ബ്രഹ്മോസിനെ തടുക്കാനുള്ള ടെക്നോളജി ഒരു രാജ്യത്തും ഇല്ല. പിന്നെ ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗത ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഇമ്പാക്ട് അതിഭയങ്കരമായിരിക്കും. ഇതിനകത്ത് എക്സ്പ്ലോസീവ്സ് എത്രയുണ്ടോ അതേ ക്വാണ്ടിറ്റി ഓഫ് എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ചിട്ടുള്ള മറ്റുള്ള മിസൈലുകളെ അപേക്ഷിച്ച് ഇതിന്റെ ഇമ്പാക്ട് ഒരുപാട് മടങ്ങ് കൂടുതലായിരിക്കും. ഇതിനൊക്കെ പുറമെ ഇതുവരെ ആരും ചർച്ച ചെയ്യാത്ത വേറൊരു വിഷയം കൂടിയുണ്ട്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ എക്സ്പ്ലോസീവ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ അങ്ങേയറ്റം മുമ്പിലാണ്. അപ്പം ആ ഒരു ടെക്നോളജിയും കൂടെ നമ്മുടെ, അതായത് മറ്റാർക്കും ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, അമേരിക്കയോ റഷ്യയോ ചൈനയോ ഒക്കെ ഉപയോഗിക്കുന്ന പോലെയുള്ള ചെറിയ ക്വാണ്ടിറ്റിയിൽ തന്നെ അതിശക്തമായ സ്ഫോടനങ്ങൾ നടത്തി അതിശക്തമായ വിനാശം വിതയ്ക്കാൻ കഴിവുള്ള എക്സ്പ്ലോസീവ്സും നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ സൈനിക ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണെന്നുള്ളത് ആർക്കും തർക്കമില്ലാത്ത വിധം നമ്മൾ ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ മുമ്പിൽ കാണിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, ചൈനയുടെ ഗ്ലോബൽ മാർക്കറ്റിനെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പൊട്ടിക്കുക ചെയ്തിരിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങൾ പലതും ചൈനയുടെ വിമാനങ്ങൾക്കും മിസൈലുകൾക്കുള്ള ഓർഡർ ക്യാൻസൽ ചെയ്ത് തുടങ്ങി എന്ന് മാത്രമല്ല, ഇപ്പം 6 പേര് ബ്രഹ്മോസിന് വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ച് മുമ്പോട്ട് വന്നിരുന്നത് ഇപ്പൊ പിന്നെ ഒരുപാട് പേര്
ബ്രഹ്മോസ് മിസൈലിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ആയുധങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാം താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുന്നു. ഇപ്പൊ രാജ്നാഥ് സിംഗിന്റെ, നമ്മുടെ പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗിന്റെ 2-3 ദിവസം മുമ്പുള്ള ഒരു സ്പീച്ചിൽ കേട്ടായിരുന്നു, നമ്മൾ എത്രയും പെട്ടെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആംസ് എക്സ്പോർട്ടറായിട്ട് മാറാനായിട്ട് 2029 മറ്റാണെന്ന് തോന്നുന്നു അദ്ദേഹം ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. കറക്റ്റായിട്ട് ഓർക്കുന്നില്ല ഏത് ഇയർ ആണെന്നുള്ളത്. അവിടത്തേക്കുള്ള വലിയൊരു ചുവടുപടിയും കൂടിയാണ് ഈ സത്യം പറഞ്ഞ ഒരു യുദ്ധം ഇന്ത്യക്ക് ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അത്ര കൃത്യമായിട്ട് അത്രയധികം നേട്ടമായിട്ടാണ് നമുക്കിത് വന്നിരിക്കുന്നത്. പാകിസ്ഥാന്റെ നടു ഒടിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. ശരി, ശ്രീ സേനാപതി